ഹലോ ഗൈസ്, അപ്പോൾ സ്റ്റാർ ലോങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇന്ത്യക്കാരെ മിക്ക കമ്പനികളും എടുക്കുന്നില്ല. അതുമാത്രമല്ലാണ്ട് ഇന്ത്യക്കാരുടെ പ്രയോറിറ്റി ചെറിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിയറ്റ്നാമീസിന് കുറച്ചുകൂടെ കൂടുതൽ സാധ്യതകൾ ഇവിടെ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യക്കാരെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറച്ച് കാണുകയോ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം ഒരാൾ ചെയ്യുന്ന തെറ്റിൽ പല ആൾക്കാരുടെ ഓരോ കാര്യങ്ങളാണ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം. ഇപ്പോൾ ചില മിക്ക ഹോസ്റ്റലുകളൊക്കെ ആണെങ്കിലും ഈ ആൽക്കഹോള് നോട്ട് അലൗഡാണ്. അപ്പോൾ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ റഷ്യൻസ് ആണെങ്കിലും കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്. പക്ഷേ അവിടെ കഴിച്ചതിന് ശേഷം റൂമിൽ പാട്ട് വെച്ച് അലമ്പുണ്ടാക്കുക, അതുപോലെ തന്നെ ഭയങ്കര ലൗഡായിട്ട് രാത്രി സംസാരിക്കുക. പിന്നെ ഇവിടെ ഹോസ്റ്റലിലൊന്നും ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്യുക ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിക്കണം. അല്ലാണ്ട് നമുക്ക് നോർമൽ നമ്മൾ ഫോണിൽ സംസാരിക്കണ പോലെ സംസാരിക്കണമൊന്നും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അല്ലാത്തപ്പോൾ നമുക്ക് നൈറ്റ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കിച്ചണിൽ പോയി കോൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ പുറത്ത് പോയി കോൾ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് റൂമിലിരുന്ന് കോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഹെഡ്സെറ്റ് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ മിക്ക ആൾക്കാരും അത് രാത്രി 2 മണി 3 മണി ആ ഒരു ടൈമിൽ റൂമിൽ പാട്ട് വെക്കുക, ഒച്ച ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കിച്ചണിലാണെങ്കിൽ പോലും നമ്മൾ പാത്രങ്ങൾ വാഷ് ചെയ്യണ വാഷ് ബേസിനിൽ തുപ്പിയിടുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ഒരു രീതികളുണ്ട്. അത് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഇങ്ങനെയാണ്. ടോയ്ലറ്റ് ഏകദേശം ഫെസിലിറ്റീസ് തന്നെ ഹോസ്റ്റലിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഹോസ്റ്റലിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന കർട്ടനാണ്. അപ്പോൾ നമ്മൾ കുളിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നേരത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം കുളിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ കർട്ടൻ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കർട്ടൻ ക്ലോസ് ചെയ്യുക. നമ്മുടെ ഈ ഫ്ലോർ കണ്ടോ, ഈ ഫ്ലോറിലൊന്നും വെള്ളമാക്കരുത്, മനസ്സിലായോ? ഈ ഫ്ലോറിൽ വെള്ളമാക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഇവിടെ ഫ്ലോറിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ ഹോസ്റ്റലിലാണെങ്കിൽ പോലും അവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഇതുണ്ടോ, ടോയ്ലറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണ സമയത്താണെങ്കിൽ കൂടി നമ്മൾ കറക്റ്റായിട്ട്, അതായത് ഇവിടെ റോഡ് ക്രോസ് ചെയ്യണ സമയത്ത് നമുക്ക് കറക്റ്റ് നമുക്ക് സിഗ്നൽസ് ഉണ്ടാവും. ആ സിഗ്നൽസ് കറക്റ്റായിട്ട് നോക്കി ക്രോസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വാക്കിംഗ് പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാനിതാരും കുറച്ച് പറയുമൊന്നുമല്ല. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് മോസ്കോയിൽ ഒരുപാട് ഹോസ്റ്റല് ഇന്ത്യക്കാർക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻസിന് ഹോസ്റ്റല് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസുള്ള ഹോസ്റ്റലുകൾ ഇന്ത്യൻസിന് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പോലും, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, റഷ്യക്കാരെ സംബന്ധിച്ച് അവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തവരാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കാൻ നേരത്ത് നമ്മൾ ഒരുപാട് മസാല വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. അവർക്കത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലിൽ നമ്മൾ കുറച്ച് പുതിയ ക്ലയൻസിന് വരുമ്പോൾ നിൽക്കാൻ വേണ്ടി ഫെസിലിറ്റീസ് കൊടുക്കുമായിരുന്നു. അവരിപ്പോൾ പുതിയ നോട്ടീസ് അവിടെ ഇന്ത്യക്കാർ വായിക്കാൻ വേണ്ടി അവിടെ വെച്ചേക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുവാൻ നേരത്ത് കൂടുതൽ മസാല ഇട്ട് പാചകം ചെയ്യാൻ പാടില്ല.
ഇവിടെ അധികം വോളിയത്തിൽ സംസാരിക്കാൻ പാടില്ല, ബാത്റൂം ഇങ്ങനെ കീപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയാൻ കാരണം. പിന്നെ ഇപ്പോൾ പല കമ്പനി ഹോസ്റ്റലിലാണെങ്കിലും ഇങ്ങനെ കമ്പനി ഹോസ്റ്റലുകൾ ഒരു 50-50 ഇതുപോലെ നല്ല ഫെസിലിറ്റീസും അതുപോലെ ഇതുപോലെ വൃത്തിയായിരിക്കില്ല എങ്കിൽ പോലും അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഇന്ത്യക്കാരും വരുമ്പോഴും ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണോ അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കൾച്ചർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിക്കുക, ഇവിടുത്തെ രീതി പയ്യെ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് ഇന്ത്യക്കാരെ ചെറിയ രീതിയിൽ നെഗറ്റീവുള്ള രീതിയിൽ കാണുന്നുണ്ട് ആൾക്കാർ. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ കൂടുതലും അൺസ്കിൽഡ് ജോലി ഉള്ള കാറ്റഗറിയിലാണ് ഇവിടെ വരുന്നത്. ഈ അൺസ്കിൽഡ് ജോലി എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. നമ്മൾ സ്കിൽഡ് ജോലി അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ ഫിറ്റർ അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിസ്റ്റൊക്കെ ആണെങ്കിൽ അത് സ്കിൽഡ് ജോലി ആണെങ്കിൽ നമുക്ക് ചെയ്യണം അറിയാം. പക്ഷെ ഇവിടെ വരുന്ന ഒരാൾക്ക്, ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഹാർഡ് വർക്കാണ്. അതാണ് അൺസ്കിൽഡ് കാറ്റഗറി എന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ അൺസ്കിൽഡ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാതെ പറ്റുള്ളൂ, ഇല്ലാണ്ട് നടക്കില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ജോലി സാധ്യതകൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജോലി സാധ്യതകൾ ഇവിടെ കുറവാണ്. അപ്പോൾ ഇനിയൊരു ജനുവരി ഫെബ്രുവരി ഒരു പകുതി അല്ലെങ്കിൽ ഒരു മാർച്ച് ഒക്കെ ആവാൻ നേരത്താണ് പിന്നെയും നമുക്ക് കുറച്ച് കമ്പനികൾ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ. ഇപ്പോൾ വെയർ ഹൗസ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് ചില കമ്പനികളൊക്കെ ക്ലോസ് ചെയ്തേക്കുമാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ജോലിയില്ല. ഇപ്പോൾ നിലവിൽ കുറേ ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്പനികൾ ക്ലോസ് ചെയ്യണമെന്നുകൊണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് ജോലികളുണ്ട്. മോസ്കോയിൽ ആരെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില വെയർ ഹൗസിൽ നമ്മൾ ചെയ്യണനുസരിച്ചാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. എങ്കിൽ പോലും ആ വെയർ ഹൗസിലൊന്നും ഇപ്പോൾ പ്രോപ്പറായിട്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലി ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു ചെറിയ ഫിക്സഡ് എമൗണ്ട്, ഒരു 50 രൂപ അല്ലെങ്കിൽ 60,000 രൂപ, ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് INR ലഭിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പിന്നെ അതുമാത്രമല്ലാണ്ട് ഇപ്പോൾ നിലവിൽ എല്ലാം ഡിലേ ആണ്. മൊത്തത്തിൽ ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ഡിലേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം കൊടുക്കും. ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പേഴ്സണലി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 ഡിഗ്രി ടെമ്പറേച്ചറാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്ത് എന്താണ് എക്സാക്റ്റ് ഇവിടുത്തെ അവസ്ഥയെന്ന്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് പുറത്തെ അവസ്ഥ. ഇപ്പോൾ നിലവിൽ സ്നോയും കാര്യങ്ങളൊന്നുമില്ല. സ്നോ എല്ലാം പോയിട്ടുണ്ട്. ഒരാളിവിടെ ഇരിപ്പുണ്ട്. നിലവിൽ സ്നോയും കാര്യങ്ങളൊക്കെ പോയി. നല്ല വെയിലാണ് കണ്ടോ. പക്ഷെ -7 കേട്ടോ, ടെമ്പറേച്ചർ -7 എങ്കിൽ പോലും പുറത്ത് അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പയ്യ സ്നോവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തായിട്ട് സംബന്ധിച്ച് ഈ വർഷത്തെ ടെമ്പറേച്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ഈ ഡിസംബർ ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര സ്നോഫോളും നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്നോഫോളും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ എൻ്റെ ഒരു ഊഹത്തിൽ മിക്കവാറും ഫെബ്രുവരിയിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ. ഇപ്പം ഞാനിതൊക്കെ പറയാൻ കാരണം നമുക്ക് ഒരുപാട് ഈ ഒരു രീതിയിൽ നമ്മളിത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ഇനി പുതിയതായിട്ട് ഒരുപാട് ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് ചെറിയ രീതിയിൽ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റഷ്യനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഇവിടെ
കുറച്ചധികം നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കഫേ തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫോർമാലിറ്റീസ് ഭയങ്കര വലുതാണ്. നമ്മൾ അതിൻ്റെ പുറകെ ഒരുപാട് അലഞ്ഞു, ഒരുപാട് നമ്മൾ അന്വേഷിച്ചു. ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്കൂള് ക്യാൻറ്റീനിലൊക്കെ ജോലി അവൈലബിൾ ആണ്. ക്യാൻറ്റീനിലൊക്കെ ആണെങ്കിൽ ഒരു 40,000 to 45,000 രൂപയാണ് ശമ്പളം വരുന്നത്. അതായത് നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുക, അതായിരിക്കും ജോലി വരുന്നത്. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ 8 മണിക്കൂറാണ് വർക്ക്, മോർണിംഗ് ഷിഫ്റ്റാണ്. പക്ഷേ അക്കോമഡേഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഭക്ഷണം കിട്ടും. അതുപോലെ 45,000 ആ ഒരു റേഞ്ചായിരിക്കും നമുക്ക് ശമ്പളം കിട്ടുന്നത്. ശനിയും ഞായർ അവധിയാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസ് അങ്ങനെ അതുപോലെ ഈ പാർട്ട് ടൈം ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാൻ കിട്ടുന്ന സാലറി, ആ പൈസ കൊണ്ട് അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലി ഉണ്ട്. ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞാനതിന് ഹെൽപ്പ് ചെയ്യാം. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.